നമസ്കാരം. ഗണേഷ് കുമാർ അംഗം മുറുക്കാൻ തയ്യാറാവുകയാണ്. KSRTC തൊഴിലാളികൾ 18 അടവും പയറ്റേണ്ടി വരുമെന്നുള്ള സ്ഥിതിവിശേഷം. തൊഴിലാളികളെ ഗോതയിൽ മലർത്തിയടിക്കുമോ താരമന്ത്രി എന്നാണ് നമുക്കറിയേണ്ടത്. മറ്റാരും ഞെട്ടിയില്ലെങ്കിലും KSRTC ജീവനക്കാർ ഞെട്ടേണ്ടതുണ്ട്. അങ്ങനെയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്വകാര്യ വെബ്സൈറ്റ് നൽകിയ ഒരു ഇൻ്റർവ്യൂവിലാണ് മന്ത്രിയുടെ ഈ തൊഴിലാളി വിരുദ്ധത എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ പുറത്തു ചാടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. KSRTCയിൽ നിന്നും ഏകദേശം 400 തൊഴിലാളികളെ പിരിച്ചുവിട്ടാലും ഒന്നും സംഭവിക്കില്ല എന്ന് മന്ത്രിയുടെ വാദമുണ്ടായിട്ടുണ്ട്. അടുത്തിടെയായി ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയിട്ടുള്ള 100ഓളം തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ പിടിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ KSRTC വിജിലൻസ് അച്ചടക്ക നടപടിക്ക് വിധേയരാക്കിയിട്ടുള്ള 800ഓളം ജീവനക്കാരുടെ പരാതികൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നും പുറത്താക്കുന്നവരുടെ എണ്ണമാകണം മന്ത്രി മുൻകൂട്ടി അടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കേസുകൾ തീർപ്പാക്കുവാൻ അദാലത്തുകൾ നടന്നു വരികയാണ്. ആ സാഹചര്യത്തിലാണ് എന്നാൽ 400 തൊഴിലാളികളെ പിരിച്ചുവിടുമെന്ന് പറയുന്ന മന്ത്രിയുടെ തൊഴിലാളി വിരുദ്ധത അത് പറയാതിരിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. രാജഭരണകാലം മുതൽ കശുവണ്ടി ഫാക്ടറികളിലും കയർ മേഖലകളിലുമെല്ലാം തൊഴിലാളികൾക്കൊപ്പം നിന്ന് സമരം ചെയ്ത് ജോലിക്ക് കൂലി എന്ന് മുദ്രാവാക്യം വിളിച്ച പാർട്ടി അത് ഏതാണ് എന്ന് മറന്നു പോകരുത് എന്നാണ് ജീവനക്കാർ അടക്കം മന്ത്രിയോട് പറയുന്നത്. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകമെന്ന വയലാറിൻ്റെ വരികൾ വിപ്ലവം തീർത്ത മണ്ണ്, ആ മണ്ണ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് എന്ന് മറന്നു പോകരുത്. തൊഴിലാളി പിറന്ന നാടിൻ മാനം കാക്കും തൊഴിലാളി എന്ന വിപ്ലവഗാനം ഗണേഷ് കുമാർ മറന്നാലും ഇടതുപക്ഷമെന്ന മനുഷ്യപക്ഷക്കാർ മറന്നു പോകരുത് എന്നുകൂടി പറയുകയാണ് ഇതിലൂടെ. ഇന്നലെ അക്കൗണ്ടുകളിൽ വീണ ശമ്പളം പോലും ഏത് അക്കൗണ്ടിൽ കൂട്ടേണ്ടതാണ് എന്ന സംശയം ഇനിയും മാറിയിട്ടില്ലാത്ത തൊഴിലാളികൾക്ക് വെറും കറവ പശുവിനെ പോലെ പണിയെടുപ്പിക്കുകയും ആവശ്യമില്ലാത്തപ്പോഴോ സ്ഥാപനം നഷ്ടത്തിലാകുമ്പോഴോ ഒക്കെ അതിൻ്റെ പാപഭാരമെല്ലാം തൊഴിലാളികളുടെ ചുമലിൽ കയറ്റിവെച്ച് അഴനെ ചാട്ടയടിക്കുന്ന സമ്പ്രദായം പണ്ടത്തെ ജന്മിത്തമ്പ്രാന്മാരുടേതാണ് എന്നുള്ള കാര്യം ഗണേശ നിങ്ങൾ മറന്നു പോകരുത്. അതേ ജന്മിത്തം മറ്റൊരു രൂപത്തിൽ നടപ്പാക്കുവാൻ വെമ്പുകയാണോ ഇന്നത്തെ ഇടതുമുന്നണി സർക്കാർ എന്ന് ചിന്തിക്കുകയാണ് KSRTCയിലെ തൊഴിലാളികൾ എന്ന് പറയേണ്ടി വരും. ജോലിക്ക് കൂലി എന്ന തത്വം ആദ്യം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ ആ KSRTC തൊഴിലാളികൾക്ക് ജോലിക്ക് പകരം ജോലിക്ക് ആദ്യം പാതിക്കൂലി പിന്നെ പാതിക്കൂലി കമ്പനി നഷ്ടത്തിലാണെന്ന് കാട്ടി ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളത്തെ അടക്കം രണ്ടായി മുറിച്ച സർക്കാർ മുതലാളിത്ത സങ്കല്പ ലോകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. കമ്പനി നഷ്ടത്തിലാണെങ്കിലും തൊഴിലാളികളുടെ ജോലിഭാരം കുറയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. ശിക്ഷണ നടപടികളും കർശന വ്യവസ്ഥകളുമെല്ലാം നിർബാധം അടിച്ചേൽപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മറന്നു പോകരുത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഗണേഷ് കുമാറിൻ്റെ തൊഴിലാളി വിരുദ്ധ പ്രഖ്യാപനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയുക എന്നുകൂടി തൊഴിലാളികളെ നിങ്ങൾ ഓർക്കുക. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ തൊഴിലാളികളെ ഗില്ലറ്റിൻ ചെയ്യാൻ ഒരു മന്ത്രി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്നുള്ളത് സത്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശമ്പളം മുടങ്ങിയപ്പോൾ വീട്ടിലെ ഫ്യൂസ് കൊണ്ടുപോയ KCBയോട് കാല് പിടിച്ച KSRTCക്കാരുടെ അവസ്ഥ കേരളം കണ്ടതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആരും പറയുന്നില്ല എന്നുകൂടി പറയാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ പുതിയ ബസ്സുകൾ ഇറക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യുവാനും എല്ലാവരും മുൻനിരയിലുണ്ടാകും. ആ ബസ് ഓടിക്കുന്ന തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ, അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവിടെ ഒരു മന്ത്രിയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതാണ് KSRTCയിലെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. ഈ അവസ്ഥയെ മറികടക്കാൻ കഴിയുന്ന ഭരണപാഠവുമുള്ള ഒരു MD പോലും ഇതുവരെ KSRTC ഭവനിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ദീർഘവീക്ഷണവും KSRTCയുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി നയപരമായി ഇടപെടുന്ന മന്ത്രിയും ഇതുവരെയും ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഗണേഷ് കുമാറിന് ചെയ്യാനാകുന്ന നിരവധി മേഖലകളുണ്ട്. അതിലൊന്ന് KSRTCയിലെ ചില പുഴുക്കുത്തുകളെ പിടിച്ച് പുറത്താക്കാനാവും. കേരളത്തിലെ റോഡുകൾക്ക് ഇണങ്ങിയ പുതിയ ബസ്സുകൾ എത്തിക്കാൻ ഈ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. ഇതിനുമപ്പുറം മണി മാനേജ്മെൻറ്റ് ശരിയാക്കാൻ കഴിയുമോ എന്നത് സംശയമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. സാമ്പത്തിക ശാസ്ത്രം അരച്ചുകലക്കി കുടിച്ച് ആരെങ്കിലും മന്ത്രിയായി വരേണ്ടതുണ്ട് KSRTCയിലേക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പണച്ചോർച്ച അടയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും മറ്റു വരുമാന സ്രോതസ്സുകൾ തുറക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ KSRTCയിൽ. ഇതെല്ലാം വളരെ കൃത്യമായും ശക്തമായും നടത്തിയാൽ മാത്രമേ KSRTCക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതല്ലാതെ 400 ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ട് KSRTCയെ രക്ഷപ്പെടുത്തുവാൻ നോക്കുന്നത് അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് തിരിച്ചടിക്കുകയേ ഉള്ളൂ എന്നാണ് ജീവനക്കാർ അടക്കം പറയുന്നത്. അതുകൊണ്ട് ഗണേഷ് കുമാർ മന്ത്രി ഇത് മനസ്സിലാക്കുക. തൊഴിലാളിക്ക് വേണ്ടിയാണ് അംഗം മുറുക്കേണ്ടത്, മുതലാളിമാർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം ഗണേഷ് കുമാർ മനസ്സിലാക്കുക. പാവങ്ങളെ പറഞ്ഞു വിട്ട് അവരുടെ ശമ്പളം ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്നതല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, തൊഴിലാളികളോടൊപ്പം നിൽക്കേണ്ട സർക്കാർ ഇങ്ങനെ തൊഴിലാളികളെ പിഴയുന്ന സമീപനം സ്വീകരിക്കുന്നത്
പഴയ ഫ്യൂഡൽ പ്രമാണിമാരുടെ മാടമ്പിമാരുടെ ഒരു സ്വഭാവമാണ്. അത് ഗണേഷ് കുമാർ കാണിക്കരുത്. കുടുംബപരമായ അത്തരത്തിലുള്ള പ്രമാണിത്വവും ജന്മിത്വവും നിലനിൽക്കുന്നുണ്ട് എന്ന് സ്വയം ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ പടിക്ക് പുറത്തു വച്ചിട്ട് വേണം ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരിക്കുവാൻ എന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള വിക്രിയകളൊന്നും സാധാരണക്കാരൻ്റെ നെഞ്ചിൽ വേണ്ട എന്നുകൂടി പറയട്ടെ.